അതുപോലെ ബാബാജി ഈ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തു കൂടെ ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിച്ച് നടക്കണം. രണ്ടാൾക്കും ഓരോ ഉപദേശം ഉണ്ട്. ഇനി ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. ബാബാജി, എങ്ങനെയാണ് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ? അതുപോലെ രാമസിംഹൻജി കുറെ അങ്ങേ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതിനൊക്കെയുള്ള മറുപടി എങ്ങനെയാണ്? അത് പറഞ്ഞോളൂ. അങ്ങയുടെ ആ ഒരു സെഷനിലേക്ക്, സെക്കൻഡ് സെഷനിലേക്ക് പോയിക്കോളൂ. രാമസിംഹൻജി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കെന്താ വെച്ചാൽ അതൊന്നും അത്തരം വിഷയങ്ങളൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളൊരു പക്ഷം ചേരലാവും. ഒന്ന്, എഴുതപ്പെട്ട എല്ലാ മതഗ്രന്ഥങ്ങളിലും അടിമ വ്യവസ്ഥയുണ്ട്. കറുത്ത സ്ത്രീയെ യജ്ഞത്തിന് മുന്നേ പ്രാപിക്കണം എന്ന് പറയുന്ന പ്രമാണങ്ങളൊക്കെ സ്മൃതികളിലുണ്ട്. അപ്പൊ അടിമ എന്ന പ്രയോഗങ്ങൾ ഇല്ലാന്നുള്ളൂ, ദാസൻ ദാസി എന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എഴുതപ്പെട്ട എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതുണ്ട്. അത് പ്രാക്ടീസ് ചെയ്തിരുന്ന ആളുകളും എല്ലാത്തിലുമുണ്ട്, ഇന്നും പലതിലും നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ അതിനെ നമ്മുടെ ഭരണഘടന തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അത് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു പക്ഷം ചേരനായി മാറും. ഇപ്പൊ ഈ ഒരു കൃഷ്ണകുമാറിന്റെ വിഷയം തന്നെ എടുക്കാൻ കാരണം നമ്മുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇത്തരം വേദികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പല ആളുകൾക്ക് കാഴ്ചപ്പാടുണ്ട്, ചണ്ടാള ബാബ നേരെ എന്തോ സംഘപരിവാർ പൊളിറ്റിക്സിന്റെ ആളായിട്ടുള്ളത്. നമ്മൾ ഒരു പരിവാറിന്റെയും പൊളിറ്റിക്സിന്റെ ആളല്ല, നമ്മളൊരു ധർമ്മിയാണ്, നമ്മളെ മുന്നോട്ട് വയ്ക്കുന്ന ധർമ്മമാണ്. അതുകൊണ്ട് അധാർമികമായ പ്രവർത്തനങ്ങൾക്കെതിരെ ചൂണ്ടിക്കാണിക്കുക, അത് പറയുക, നമ്മുടെ ധർമ്മവുമായി നമ്മൾ മുന്നോട്ട് പോകുക, വേണ്ടവർക്ക് പിന്നാലെ വരാമെന്നാണ്. അല്ല മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ തയ്യാറല്ല. ഇവിടെ പിന്നൊരു കാര്യമുള്ളതാണ്, നമ്മൾ ഈ സവർണ അവർണ നമ്മുടെ സമാജത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിനെ എപ്പോഴും ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉയർത്തി കാണിക്കുന്ന രണ്ട് വാക്കാണ് സവർണ അവർണ, ഉയർന്നവൻ താഴ്ന്നവൻ. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെയാണ് പരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. കാരണം ഇവരിത് ഇല്ല എന്ന് പറയുകയാണ്, നമ്മൾ പറഞ്ഞു ഉണ്ടെന്നാ പറയുന്നത്, ഇതുള്ളതിന് ഇല്ല എന്ന് പറയും. ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഇല്ലാതാക്കിയത് കൊണ്ട് രാജ്യത്തിന്റെ ചരിത്രം ഇല്ലാതാകുന്നില്ല. അവിടെ ഈ ഒരു സവർണ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിച്ച് ചതുർവേദങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ആധികാരികമായി ഉൾക്കൊണ്ടു പോകുന്ന ജനവിഭാഗങ്ങളെയാണ് ഈ പറയുന്ന സവർണ. അവർ ആ വർണ്ണ വ്യവസ്ഥ അംഗീകരിക്കുന്നവരാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്ര. അവര് സവർണ വിഭാഗം എന്ന് പറഞ്ഞാലും ഉയർന്നവർ അർത്ഥമല്ല. അത് അവരുടെ മത നിയമമാണ്. ഇപ്പൊ ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ സവർണ മത നിയമങ്ങളാണ്, വൈദിക വേദിക് നിയമങ്ങൾ, വേദിക് ലിറ്ററേച്ചറാണ് അവർ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ് ബാക്കിയുള്ളവരുടെ പ്രത്യേകത? അവർ വർണ്ണ നിയമങ്ങളെ അംഗീകരിക്കുന്നില്ല, ചതുർവേദങ്ങളെ അംഗീകരിക്കുന്നില്ല, അതിന്റെ നിയമ സംഹിതകളോ അതിന്റെ ആചാര പദ്ധതികളോ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് സിസ്റ്റമാണ്. ഈ പ്രധാനപ്പെട്ട രണ്ട് സിസ്റ്റം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്തായി? ഹിന്ദു എന്ന മതത്തിന്റെ ഉള്ളിലേക്കാണ് രണ്ടും കയറി വന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ എന്താണ്? ഹിന്ദു, രാഷ്ട്രപരമായ ഹിന്ദു രണ്ടാണ്, ഒന്നല്ല. നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ഈ പറയുന്ന ഇവര് പറയുന്ന അവർണ ഹിന്ദുവിനെയാണ്. അവർണ ഹിന്ദു പറഞ്ഞ നമ്മൾ ചതുർവേദങ്ങളെ ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും ഒക്കെ ഉണ്ടായി, നമ്മൾ ദർശനം പറയാണ് കേട്ടോ. അപ്പോ അതുപോലെ തന്നെ ബൗദ്ധന്മാര് ഫോളോ ചെയ്യുന്നില്ല, ജൈനന്മാര്. അപ്പൊ ഈ സിസ്റ്റത്തെ മനസ്സിലാക്കാണ്ട് ഇതില്ല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വിവേചനം ഉണ്ടായത് അധികാരി വർഗം കൃത്യമാണ്. ജന്മി കുടിയാൻ വിഷയമാണ്. ജന്മി കുടിയാൻ എന്ന് പറയുമ്പോൾ എല്ലാ ബ്രാഹ്മണരും ജന്മികളായിരുന്നില്ല. എന്നാലോ ഭൂമിയുള്ള അധികാരമുള്ള മറ്റ് ഈ പറയപ്പെടുന്ന ആദിമ ജനവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ കാലത്തും ഉള്ളതാണ് സമ്പത്ത്, അതായത് ഭൂസമ്പത്തും അതുപോലെ ധനം കൈവശം വെക്കുക, അധികാരം. ഈ മൂന്ന് കാര്യങ്ങൾ, അതിന്റെ ഒപ്പം അറിവ്, അന്നത്തെ അറിവ് കൂടി ആരിലുണ്ടോ അവരെന്നും അടക്കി ഭരിക്കും. ആ അടക്കി ഭരിക്കൽ ഉണ്ടായി അതിൽ. അപ്പൊ അതുകൊണ്ട് സവർണ അവർണ എന്നുള്ളത് മനസ്സിലാക്കുക. കൂടെ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായും സാമൂഹികമായും ആ പശ്ചാത്തലത്തിൽ ആരാണോ ഉയർന്നു നിൽക്കുന്നത് അവരാണ് ഉയർന്നവര്. ഇന്നത്തെ ഉയർച്ച എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്പൂതിരിപ്പാട് ഉയർന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം മാറിയിട്ടുണ്ട്. താഴ്ന്ന എന്നുള്ളത് സാമൂഹിക പശ്ചാത്തലം മാറിയിട്ടുണ്ട്. എന്നാലോ ചിലത് പരമ്പരാഗതമായി തുടരുന്നുണ്ട്. പരമ്പരാഗതമായി തുടരുന്ന ജനവിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നൊരു വസ്തുതയും ഉണ്ട്. അവർക്ക് നമ്മുടെ കേരളത്തിൽ കുറെ മാറ്റമുണ്ട്. എന്നിരുന്നാൽ പോലും പലയിടത്തും പല വിഷയങ്ങളും ഉണ്ട്. അതൊന്ന്. പിന്നെ ചരിത്രമായാലും പുരാണമായാലും ശരി, അത് എഴുതിയവരൊക്കെ തന്നെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. ഇന്ന് എഴുതുന്നതും അങ്ങനെ തന്നെയാണ്. അവരുടെ സ്വാർത്ഥതയാണ് അതിൽ കാണുള്ളൂ. അതുകൊണ്ട് പുരാണം തിരഞ്ഞാലോ ചരിത്രം തിരഞ്ഞാലോ പലതും കാണില്ല. ഇപ്പൊ ഗുഹന്റെ ഉദാഹരണം പറഞ്ഞു. ഗുഹന്റെ ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ വാൽമീകി രാമായണത്തിലെ രാമൻ ഗുഹനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല. എന്നാൽ നമ്മളുടെ എഴുത്തച്ഛന്റെ രാമായണം ഗുഹനെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഏതാണോ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണമെന്ന് വെച്ചാൽ രാമൻ ആരുടെ എന്നുള്ളത് രാമന്റേതായിരിക്കുന്ന വ്യവസ്ഥയാണ് ബോധ്യപ്പെടുത്തുന്നത്. നമ്മളെ ഉൾക്കൊള്ളുന്ന രാമനാണെങ്കിൽ രാമക്ഷേത്രം പണിയുമ്പോൾ നമ്മളെ ഉൾക്കൊള്ളും.
നമ്മളെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ആ രാമൻ നമ്മളെ ഉൾക്കൊള്ളുന്നില്ല. ഇത് പറയാതിരിക്കാൻ നമുക്കാവില്ല. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുമായിട്ടാണ് എപ്പോഴും വിഷയം. ഹിന്ദുവിന്റെ ഐക്യം സാധ്യമാകണമെങ്കിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ പ്രശ്നങ്ങളും അവരുടെ ദർശനങ്ങളും അഡ്രസ്സ് ചെയ്യാൻ ഹിന്ദു എന്ന നാമത്തിൽ ആരാണോ വരുന്നത് അവർ തയ്യാറാകണം. എന്നാൽ അത് തയ്യാറാകുന്നില്ല. അവരെന്താ പറയുന്നത്? ഇതില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ചതുർവേദങ്ങളും പൂണോൽവൽക്കരണവുമാണെന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇത്തരം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ മറ്റുള്ളവരോ ഇതിന് ഉയർത്തിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താ ഈ മുസ്ലിംസിന്റെ ജമാഅത്ത് ഇസ്ലാമി ഇവരൊക്കെ ഇതിനെ എടുത്തുയർത്താൻ എന്താണ് ആ പഴുത്? അവിടെ എന്താണ് സംഭവിക്കാൻ കാരണം? എന്താണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല? ഹിന്ദു എന്ന് പറഞ്ഞാലോ, ഹിന്ദു എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ആളുകളാണ്. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ മാറ്റിയില്ലേ? 36 ശമ്പളത്തിൽ കയറ്റിയില്ലേ? ഇവർക്കും പൂണരിട്ടൂടെ? ഇവർക്കും പൂജ പഠിച്ചൂടെ? ഇതാണോ മാനദണ്ഡം? അങ്ങനെയാണെങ്കിൽ തിരിച്ചായിക്കൂടെ? ആ തിരിച്ചാകാത്തിടത്തോളം കാലം ഇത് അഡ്രസ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആത്മീയ വശത്തെ കുറിച്ച് പറയുക എന്ന്. എപ്പോഴും ഭാരതം നിലനിൽക്കുന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ആധ്യാത്മികമായിരിക്കുന്ന പദ്ധതിയോട് കൂടിയിട്ടോ ആ സിസ്റ്റത്തോട് കൂടിയിട്ടോ പോകാത്തവർക്ക് ആർക്കും തന്നെ ഇവിടെ ഉയർച്ചയുണ്ടാവില്ല, ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. അതാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ പലപ്പോഴും നേരിടുന്ന ഒരു വിഷയം. നമ്മൾ രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയത്തെ കുറിച്ച് സൂചിപ്പിക്കുക. അപ്പൊ ഇവിടെയാണ് നമ്മൾ കുഴി കുത്തി കഞ്ഞുടിക്കുമ്പോൾ ഇപ്പൊ നേരത്തെ പറയേണ്ട മണ്ണിൽ അടക്കം ചെയ്യില്ലേ? നിങ്ങളൊരു ഹിന്ദു സന്യാസിയോ അല്ലെങ്കിൽ ടോട്ടൽ ഹിന്ദു ഫേസ്ബുക്ക് പേജുകൾ നോക്കൂ. ആരെങ്കിലും മണ്ണിൽ അടക്കം ചെയ്യുന്നവൻ ഹിന്ദു ആണെന്ന് എഴുതിയിട്ടുണ്ടാവില്ല. ഹിന്ദുക്കൾ അവർ ദഹിപ്പിക്കണം, അതാണ് ആചാരം എന്നാ പറയാ. അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. എന്ത് മര്യാദയാണ്? അടക്കം ചെയ്യുന്നവൻ ഹിന്ദു ആണെന്ന് പറയാത്തിടത്തോളം കാലം ഈ കുഴി കുത്തി കഞ്ഞൂടി ചോദ്യം ചെയ്യപ്പെടും. അടക്കം ചെയ്യുന്നവൻ ഹിന്ദു ആണെന്നും അതും ആചാരമാണെന്നും അതും പഠിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അപ്പോഴാണ് ഹിന്ദു ആവുന്നുള്ളൂ. ഇന്നുണ്ടാകുന്നത് വൈദികതയുടെ ഉയർച്ച കാണിക്കുമ്പോൾ ഇരുണ്ട കാലഘട്ടത്തിലെ ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയെ എടുത്തുയർത്തും. ആ ഉയർത്തലുകളാണ് എല്ലായിടത്തും കാണുന്നത്. ഇവിടെയാണ് മണ്ണിൽ അടക്കം ചെയ്യുന്ന. കാരണം എന്താ? ഇവൻ മണ്ണിനെയാണ് ആരാധിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വയനാട്ടിലെ കുറിച്ചരും മറ്റുള്ളവരൊക്കെ ഈ മരത്തിനെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ അതാണ്. മണ്ണിനെ, മരത്തിനെ, നദികളെ, പാറകളെ, മലകളെ ഒക്കെ ആരാധിക്കുന്ന കൾച്ചറാണ് ആദി സംസ്കൃതി. അപ്പൊ അതിനെ ആരാധിക്കുമ്പോൾ അതിനെ കുഴി കുത്തി കഞ്ഞുടിക്കാൻ പറയുമ്പോൾ എന്തേ ഉള്ളൂ? ഭൂമി മാതാവാണ്, മണ്ണമ്മയാണ്, കടലമ്മയാണ്. വേദത്തിൽ പോലും വേദത്തിന് വരുണനാ പറയുന്നത്, ഒരു പിതൃത്വമാണ് കൊടുത്തത്. ഇവിടെ അമ്മയായിട്ട് കാണുന്ന ആദി സംസ്കൃതി. ആ ആദി സംസ്കൃത ഭാഗത്ത് അമ്മയുടെ മാറിൽ നിന്നും പാല് കുടിക്കുന്ന ആ കൺസെപ്റ്റ് ആണ് ഇതിന്റെ സ്പിരിച്വൽ ലെവൽ. എന്താണ് കുഴി കുത്തി കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞത്? അമ്മയുടെ മാറിൽ നിന്നും. സ്വാമി വിവേകാനന്ദ ലോകം ചുറ്റിയിട്ട് ഈ ചിക്കാഗോ ഒക്കെ ചുറ്റി നടന്നിട്ട് അവസാനം ഈ കന്യാകുമാരിയിൽ വന്ന ആ ഒരു വിവേകാനന്ദ പാറയിൽ മലന്ന് കടന്നിട്ട് പറഞ്ഞത്, ഞാൻ ഇനി എന്റെ അമ്മയുടെ മടിത്തട്ടിലൊന്ന് ശയിക്കട്ടെ എന്നാ പറഞ്ഞു. അത്ര കണ്ട് മണ്ണിനെ, ആ മണ്ണിനോടുള്ള ബഹുമാനം, മണ്ണിനെ വിൽക്കാത്തവർ, മണ്ണിനെ വാങ്ങാത്തവർ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ജനവിഭാഗം ഭൂസമരങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ടല്ലോ? എന്താ കാരണം? മണ്ണില്ല. നമ്മുടെ ജനതയ്ക്ക് മണ്ണില്ല. അഡ്രസ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? നമുക്ക് അമ്പലം കെട്ടാനും അല്ലെങ്കിൽ വേദം പഠിപ്പിക്കാനും മാത്രമാണ് തിടുക്കം. ഇവിടെ ഇവര് അഡ്രസ് ചെയ്യുന്നില്ല. ഇവർ അഡ്രസ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു? അവർക്ക് എന്തുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് ധനമില്ലാതായി? അതാണ് ഈ രാജ്യത്തിന്റെ എല്ലാ കാലത്തെയും പൊളിറ്റിക്സ്. ഇന്നത്തെ പൊളിറ്റിക്സും കേരളത്തിൽ നടക്കുന്ന ഇന്ന് എന്ത് പുരോഗമനം പറഞ്ഞാലും, എന്ത് വിപ്ലവം പറഞ്ഞാലും, എന്ത് ഭൂപരിഷ്കരണം പറഞ്ഞാലും നമ്മുടെ ജനതയ്ക്ക് കഞ്ഞി, നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വൈദ്യുതി പറഞ്ഞ പോലെ കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. ഈ നിലം കുത്തി കഞ്ഞി കുടിക്കേണ്ട ഗതികളിൽ നമ്മുടെ ജനത നിൽക്കുമ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇന്നലത്തെ കാര്യം പറയുമ്പോൾ അതിനെ ചൂണ്ടി അവർണ സവർണ എന്ന് പറയുമ്പോൾ ഇവരെന്തു ചെയ്യുന്നു നമ്മുടെ ജനതയ്ക്ക് വേണ്ടി? ഇവരെന്തു ചെയ്യുന്നു? ഇവരിപ്പോഴും കുടിയില്ല കഞ്ഞി തരുന്നത്. മണ്ണില്ല. അത് ആ കാലത്തും ഈ കാലത്തും എന്താണ്? അമ്മയാണ് വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പറ്റില്ല. എന്നാലോ ഭൂമാതാവാണെന്ന് പറഞ്ഞ് എല്ലാവരും വിൽക്കുന്നു, വാങ്ങുന്നു, കൊടുക്കുന്നുണ്ട്. ഒരു പിടി മണ്ണിന് പോലും വില വരുമെന്ന് മുഹമ്മദ് പറഞ്ഞതിന്റെ ഭാഗമായി മുഹമ്മദിയർ മണ്ണ് വാങ്ങി കൂട്ടുന്നു. അപ്പൊ ഇവിടെ ഈ മാറിൽ നിന്നും പാല് കുടിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നമ്മൾ കഞ്ഞി കുടിക്കുന്നു. അപ്പോ അതുപോലെ തന്നെയാണ് ആ മണ്ണിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്, ആ മണ്ണിലേക്കാണ് ഞാൻ മടങ്ങേണ്ടത്. അവൻ മണ്ണ് തുരന്ന് അതിലേക്ക് അവനെ കൊണ്ടുപോയി അടക്കം ചെയ്യും. അഗ്നിക്രിയ ചെയ്യുന്നവർ അവരുടെ ഫിലോസഫി അവരാണ് പറയേണ്ടത്. മണ്ണാകുന്ന എന്തുകൊണ്ടാണ്? പഞ്ചഭൂതങ്ങളെ തന്നെയാണ് ആരാധിക്കുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, അതായത് ഭൂമി. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ചാത്തന്മാരൊക്കെ ബന്ധപ്പെട്ടിട്ട് പൂക്കുട്ടിച്ചാത്തൻ, അതുപോലെ തന്നെ പറക്കുട്ടിച്ചാത്തൻ, പിന്നെ തീക്കുട്ടിച്ചാത്തൻ, നീർക്കുട്ടിച്ചാത്തൻ, പുലക്കുട്ടിച്ചാത്തൻ, ഇങ്ങനെ 5 ചാത്തന്മാരെ പറയും. അപ്പൊ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ആദ്യം മനസ്സാണ് ഇല്ലാണ്ടാവുന്നത്. അവിടെ എന്താണ്? ആകാശം ഇല്ലാണ്ടായി. പിന്നെ അടുത്തത് ഇല്ലാണ്ടാകുന്നത് എന്താണ്? അടുത്തത് അവന്റെ പ്രാണൻ പോവുകയാണ്. അപ്പൊ കാറ്റ് പോയി, അതാണ് പറക്കുട്ടി, അത് വെച്ച് വായു ഇല്ലാണ്ടായി. പിന്നെ ചൂടില്ലാണ്ടാവുകയാണ്. ചൂടില്ലാണ്ടാവുമ്പോ തീ അണയുകയാണ് അവന്റെ ശരീരത്തില്. അടുത്തത് എന്താണ്? രക്തം കട്ട പിടിക്കുന്നു, നീരില്ലാണ്ടാകുന്നു, ബലം പിടിച്ചു, അവസാനിക്കുന്ന പൃഥ്വി തത്വമാണ്.
വൈദികന്മാര് പറയും അഗ്നിതത്വമാണ്. എന്താ ഇതിനെ പറഞ്ഞുകൂടെ? ഇതിനെന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ഹിന്ദു അല്ലേ നമ്മൾ ഹിന്ദു ആണെങ്കിൽ നമ്മളുടെ ഈ സമ്പ്രദായത്തെ, ഈ സിസ്റ്റത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങളെ മഹത്വവൽക്കരിച്ച് കാണിക്കണം. ഉണ്ടാകുന്നില്ല. ഇപ്പോഴും ഒന്നും തോന്നണ്ട. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുമ്പോഴും എവിടെ ചണ്ടാളന്മാർ? എവിടെ ചണ്ടാളന്മാർ? ശങ്കര പരമ്പര 6 സന്യാസിമാർ ഇരിക്കുന്നിടത്ത് ചണ്ടാളന്മാർക്ക് എന്തുകൊണ്ട് പ്രവേശനമില്ല? അത്തരം അവസ്ഥയിലല്ലേ ഈ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുന്നു നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്. ഈ ചോദ്യം ചെയ്ത് ഉയർത്തുമ്പോൾ ബദൽ കൊടുക്കാതെ, അത് പരിഹരിക്കപ്പെടാതെ നമ്മൾ ഇത് ഇല്ലാണ്ട് കാര്യം ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇല്ല എന്നല്ല, ഉണ്ട്. ഇതിനെ ഹിന്ദു അഡ്രസ് ചെയ്തേ പറ്റൂ. അഡ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളവരുടെയൊക്കെ വിഷമം എന്താ? നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാണ്. എന്താണ് നിങ്ങളിത് പറയുന്ന? പക്ഷെ ഇല്ലേ. എവിടെയാണ് മുല മുറിച്ചോ എന്ന് ചോദിച്ചാൽ മുല മുറിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയില്ല. ഉണ്ടെങ്കിൽ ഇതിന് എന്താണ് കാരണം? അവിടെയാണ് ആ അധികാരി വർഗം ചില കാര്യങ്ങളെ മറ്റുള്ളവർക്ക് നിഷേധിച്ചു. വസ്ത്രം എടുക്കാത്ത കാലം ഉണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ തുടങ്ങിയപ്പോ എന്താണ്? ഞങ്ങൾക്ക് കൊടുക്കാൻ, നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല. ഇതാണ് വിഷയം. ഇത് ഭാരത സംസ്കൃതിയുടെ ഭാഗമല്ല, അത് നമ്മൾ അംഗീകരിക്കില്ല. ഭാരതത്തിൽ ഈ പറയുന്ന പോലെ ആർക്കും ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നില്ല. അത് ലോകത്ത് എവിടെയും ഇല്ല. പക്ഷെ അധികാരി ബന്ധമുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് സ്വീകാര്യം. ഇന്നിപ്പോ പിണറായി വിജയൻ മുഖ്യമന്ത്രി വരുമ്പോഴോ നരേന്ദ്രമോദി വരുമ്പോഴോ ഒക്കെ അവർക്ക് കാറിന്റെ ഉള്ളിൽ അവർക്ക് ഗ്ലാസ് ഈ പറഞ്ഞ അവർക്ക് എന്താ ഈ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു കർട്ടനിടാം. എന്നാൽ നമുക്ക് കർട്ടനിടാൻ പറ്റുമോ? അവർ വഴി പോകുന്ന സമയത്ത് നമുക്ക് വഴിയിൽ നിൽക്കാൻ പാടില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കറുപ്പെടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങും? പ്രതിഷേധമല്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചണ്ടാള ബാബയെ കോൺഗ്രസ്സുകാരോ BJP-ക്കാരും പുറത്തേക്ക് പരിപാടിക്ക് വിളിക്കല്ലേ. കാരണം നമ്മൾ പുറത്തിറങ്ങുന്ന വസ്ത്രം പൂർണ്ണമായ കറുപ്പാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ? അപ്പൊ അവിടെയാണ് ഇത്തരത്തിൽ അധികാരികളുടെ ഇത് പറഞ്ഞാൽ രാഷ്ട്രീയം പറയാന്ന് പറയും. രാഷ്ട്രീയം ഇല്ലാതെ എങ്ങനെ രാഷ്ട്രത്തിൽ ജീവിക്കാൻ പറ്റും? അപ്പൊ രാഷ്ട്രീയ ഭേദമില്ല എന്നാ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു സാധനത്തെ അഡ്രസ് ചെയ്യാൻ പറ്റണം. അവിടെ അഡ്രസ്സിന് ഹിന്ദുക്കൾക്ക് ബാധകമാണ്. എല്ലാവരെയും മുകളിൽ ധരിപ്പിക്കൽ. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു വടിയാണ്, ഇത് ചൂരലെന്നാ പറയാ. ഇത് ആദ്യ സമ്പ്രദായത്തിന്റെ ഭാഗമാണ്. എത്ര ആൾക്കാർക്ക് അറിയാം? ഇപ്പൊ പഠിച്ചതും മനസ്സിലാക്കിയത് എന്താണ്? ഇത് മന്ത്രവാദിയുടെ കയ്യിലെ വടിയാണെന്ന്. ഇപ്പൊ ബഹുമാന്യ നമ്മുടെ രാമസിംഹൻജി ഇരിക്കുന്നുണ്ട് അവിടെ. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം മൂസാ നബിയുടെ കഥ, മോസസിന്റെ കഥ. മോസസ് പോയിട്ട് നേരെ ഈ പറയുന്ന രാജാവിന്റെ സാഹസിലെത്തുന്ന സമയത്ത് ഫറവോനാണെന്ന് തോന്നുന്നു. അവിടെ സമയത്ത് ഈ മന്ത്രവാദികളെയൊക്കെ പാടെ കൂട്ടുമ്പോ പടച്ചവൻ അല്ലെങ്കിൽ ഈ യഹോവ പറയുന്നത് തന്നെ വടി താഴത്തിടാനാ പറയുന്നേ. അപ്പൊ നമ്മുടെ ജ്ഞാനത്തിന്റെ, ഗുരുത്വത്തിന്റെ അധികാര ചിഹ്നമാണിത്. ഇത് രാജാവ് പിടിച്ചാൽ ചെങ്കോലാവും, ഞങ്ങൾ പിടിച്ചാൽ മന്ത്രവാദത്തിന്റെ വടിയാവും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണിത്. ഇതിനെ പറയാ ആചാരക്കത്തി എന്നാ പറയാ. അത് ഞങ്ങളെ കയ്യിൽ ഉണ്ടാവണം എന്നാണ്. ഇതൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നാണ്. പക്ഷേ നേരത്തെ കോഴിവെട്ടിന്റെ കാര്യം പറഞ്ഞത് ഇതൊന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് സിഖുകാരുടെ കയ്യിൽ ഇത്തരത്തിലൊരു കാര്യം കാണാൻ പറ്റും. ഇത് എവിടുന്ന് വന്നു? ഇത് ആദ്യ സംസ്കൃതിയാണ്. പക്ഷെ അവര് മതവ്യവസ്ഥയായപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയും, എന്നാൽ നമ്മുടെ ജനതയ്ക്ക് ഇത് നമ്മളെ ചെണ്ട പോലെ കൊട്ടാൻ നമ്മളുടെ ആളുകൾ വേണം. എന്നാൽ ഹിന്ദു അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്താണ്, ഞങ്ങൾക്ക് അപകർഷത മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യാൻ പോലും ചണ്ടാള ബാബയെ പോലുള്ളവർക്ക് പുറത്തിറങ്ങുന്ന സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം സംസാരിക്കുമ്പോൾ ഹിന്ദുവിന് വേണ്ടി പണം, കാരണം നമ്മൾ ഹിന്ദുവാണ്. എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ നമുക്കത് പറയാൻ വലിയ വിഷമം വരിക. കാരണം ഉൾക്കൊള്ളണമെങ്കിൽ അഡ്രസ് ചെയ്യപ്പെടണം. അപ്പൊ ഈ വടിയാണെങ്കിൽ ശരി, 6 ഘട്ടമൊക്കെ ഉണ്ട്, 6-7 ഘട്ടമൊക്കെ ഉണ്ട്. എന്താണ് ഇതൊക്കെ? ആധാരങ്ങളാണ്. ഈ ആധാരങ്ങളാണ്. ഈ കഞ്ഞി കുടിക്കുന്നത് തൊട്ട് കുഴിച്ചിടുന്നത് വരെ നമുക്ക് നമ്മുടെ ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, വിശ്വാസമുണ്ട്, പാരമ്പര്യമുണ്ട്. നേരത്തെ പറഞ്ഞ കല്യാണത്തിന് യോഗ്യത, ഇപ്പൊ സീമന്തവും അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള മാംഗല്യം, തന്തു, നാനാനെയൊക്കെ മാത്രമാണ് ഹിന്ദുവിന്റെ. അങ്ങനെയൊന്നും അല്ല. ഹിന്ദു ആണെങ്കിൽ അങ്ങനെയൊന്നും അല്ല. വൈദികന്മാരാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ ജനതയാകുന്ന ഹിന്ദുക്കള്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കുമ്പോ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നാണ്, പുട്ടുണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഈ പെണ്ണിനെ കെട്ടില്ല. കാരണം രാഗിപ്പുട്ട്, പട്ടപ്പടിക്ക് രാഗിപ്പുട്ട്. അതുപോലെ തന്നെ വിറക് നന്നായിട്ട് കെട്ടാൻ അറിയണം. ഇതിന്റെ യോഗ്യതകളാ. വിറക് കെട്ടാൻ അറിയണം. കെട്ടിയോന് വിറക് കെട്ടാൻ അറിയിച്ച നന്നായി കെട്ടാൻ അറിയുന്നതിനെ ചെക്കനായിട്ട് തെരഞ്ഞെടുക്കൂ. ഇതിന്റെ ഭാഗം. ഇന്നിപ്പോ ഇത് പറഞ്ഞ എന്താ പറയാ? കണ്ടോനെ വിറക്. ഇത് നമ്മൾ പറഞ്ഞാ പറയാ എന്താണ്? ദളിതുകളെയും ആദിവാസികളെയും ചണ്ടാള സംഘപരിവാറിനോടൊപ്പം ചേർന്ന് വിറക് കെട്ടിക്കാൻ പോവുകയാണെന്ന്. ഇത് സംസ്കൃതിയാണെന്ന് മനസ്സിലാക്കാനുള്ള മൂണ പോലും ഇല്ലാത്ത ഒരു ജനത. അപകർഷത മാത്രം, വൈദേശികമായിരിക്കുന്ന അക്കാഡമി വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം മോശം എന്ന് പറയുകയാണ്. ഇടക്കാലത്തുണ്ടായിരുന്ന അടിച്ചമർത്തപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് മോശം എന്ന് പറയുകയാണെങ്കിൽ അംഗീകരിക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ജന്മി കുടിയാൻ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഉച്ചനീചത്വങ്ങളാണ് മോശം എന്ന് എടുത്തു പറഞ്ഞാൽ അംഗീകരിക്കാം. അല്ലാണ്ട് ആജീവനാന്തം നമ്പൂതിരി എന്നും നിങ്ങളുടെ ശത്രുവാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുണ്ട് മുസ്ലിമും ആജീവനാന്തം നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ പറയുന്നില്ല. ഒരാളും ആജീവനാന്തം നമ്മുടെ ശത്രുവാണെന്നല്ല. അവരുടെ വ്യവസ്ഥകൾ ഇപ്പൊ ശരീഅത്ത് നിയമം ഇവിടെ കൊണ്ടുവരാമെന്ന് നമ്മൾ പറയും പറ്റില്ല. നമുക്ക് സ്വീകാര്യമല്ല. നിങ്ങൾക്ക് സ്വീകാര്യമായി നിങ്ങൾ എടുത്തോ.
അത് മനുസ്മൃതി വരുമ്പോൾ പറ്റില്ല തന്നെയാണ്. മനുസ്മൃതി നമുക്ക് പറ്റില്ല. നിങ്ങൾ സ്വീകാര്യമായവരത് കൊണ്ടു നടന്നു. പക്ഷെ അടിച്ചേൽപ്പിക്കരുത്. ഇവിടെ ഉണ്ടായത് അടിച്ചേൽപ്പിക്കലുകളാണ്. ആ അടിച്ചേൽപ്പിക്കലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ അനീതിയും ഉണ്ടായത്. ഇവിടെ ഈ കൃഷ്ണകുമാറിന്റെ സംസാര വിഷയം കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടെ എന്നുള്ളത് കൂടി നമ്മൾ വിചാരം ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് അത് പരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അപ്പം ന്യായീകരിക്കുമല്ലോ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിൽ ന്യായീകരിക്കുമല്ലോ, അല്ലെങ്കിൽ മുസ്ലിം മുഹമ്മദിയാനാണെങ്കിൽ അതിനെ ന്യായീകരിക്കുമല്ലോ, ഒരു പള്ളിയിലച്ചാണെങ്കിൽ ഉള്ളവർ ന്യായീകരിക്കുമല്ലോ. ഇപ്പൊ തന്നെ ഒന്നും ഉണ്ടായിട്ട് പല ശിവഗിരി മഠത്തിൽ ഒരു സ്വാമി ഇരുന്നിട്ട് അയ്യങ്കാളിയുടെ ഒപ്പം ഇരുത്തുന്നോ ധാരാളം ഗുരുവിനെ എന്ന് ചോദിച്ചപ്പോ ആർക്കും കൊണ്ടില്ല, ആരും സംസാരിച്ചില്ല ആ വിഷയം. എന്താ അയ്യങ്കാളി മോശക്കാരനാണോ? ആത്മോപദേശ ശതകം എഴുതലാണോ ഒരു മനുഷ്യന്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള മാർഗം? അതാണോ മാർഗം? അയ്യങ്കാളി ആത്മോപദേശ ശതകം എഴുതിയില്ല എന്നേ ഉള്ളൂ, ആത്മാവിനെ തൊട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അപ്പൊ എന്തതിന്റെയൊക്കെ മാനദണ്ഡം? എന്താ അതിനെ കുറിച്ച് ആരും സംസാരിക്കാതിരുന്ന എന്താണ്? അവരുടെ സാമുദായികമായിട്ടുള്ള അവരുടെ ഐക്യവും അവരുടെ കാഴ്ചപ്പാടും കൊണ്ട് അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഈ പൊളിറ്റിക്കൽ പശ്ചാത്തലം അതൊരു നമ്പൂതിരിയോ അല്ലെങ്കിൽ മൂപ്പിസ്വാമി മഠത്തിലെ സ്വാമി ആരോ ആണ് പറഞ്ഞിരുന്നെങ്കിലോ കേരളം വിറക്കില്ലേ? ബ്രാഹ്മണർക്ക് ഇരുന്ന് ഉറങ്ങാൻ പറ്റുമോ? കിടന്നുറങ്ങാൻ പറ്റുമോ ബ്രാഹ്മണർ? ഇവിടെ അതിന്റെ അത്തരം വിഷയങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ തുടങ്ങണം. ഈ പറയുന്ന ജനതയെ മറ്റൊന്നാക്കാതെ ഇവര് ഹിന്ദു ആണെന്ന് പറയുമ്പോൾ മഹാനായ അംബേദ്കർ പറഞ്ഞ പോലെ ഇത് എന്താണെന്ന് നമ്മൾ പറയുകയും ഒക്കെ എന്നാ പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ രാമക്ഷേത്രത്തെ ഉദാഹരിച്ചതും അതുപോലെ സാമൂഹിക ഇപ്പൊ മാധ്യമങ്ങളെ കുറിച്ച് TV മാധ്യമങ്ങളെ കുറിച്ച് നമ്മുടെ രാമസിംഹൻജി പറഞ്ഞു. ഏത് TV മാധ്യമത്തിലാണ് ഈ ഹിന്ദു സംഘടനയുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങളിൽ ഏത് മാധ്യമങ്ങളിലാണ് ഇവിടുത്തെ ഈ ആദിമജനതയെ അഡ്രസ് ചെയ്യുന്നത്? ആരാണ് അഡ്രസ് ചെയ്യുന്നത്? ആരും അഡ്രസ് ചെയ്യുന്നില്ല. ഹിന്ദു എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നിനെ കാണിക്കുന്നവരോ സ്വാർത്ഥ താല്പര്യമുള്ളവരോ എടുക്കുക അല്ലാണ്ട് ഒരിക്കലും തന്നെ നമ്മുടേതായിരിക്കുന്ന ഈ ആശയങ്ങൾ ഉയർത്തി ഇപ്പൊ ഈ പറഞ്ഞ കുഴികുത്തി കഞ്ഞുടി ശ്രേഷ്ഠമാണെന്ന് സമൂഹം അറിയണമെങ്കിൽ ഈ കാലത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പുറത്തേക്ക് പഠിപ്പിക്കണ്ടേ, അറിയണ്ടേ? നമുക്കറിയില്ല. നമുക്ക് വിദേശികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇവിടുത്തെ ചരിത്രവും ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും മാത്രം നമ്മുടെ തലയിൽ ഈ പുതു തലമുറ നെർവുകൾ കംപ്ലീറ്റ് ആ ഒരു വിവരമാണ്. അവന്റെ ഡാറ്റ മുഴുവൻ അതാണ്. അതിലേക്ക് നമ്മൾ വേണം ഇങ്ങനെയൊന്നും ഉണ്ടല്ല ചാതുർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല, ഇതല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇവിടെ പാണനും പറയനും പോയനോ എന്ന് പറയുന്നത് എന്താ കുഴപ്പം എന്ന് ആരോടാ നമ്മൾ വേണം ഈ ഡാറ്റ കയറ്റി കൊടുത്താൽ? ഈ ഡാറ്റ തിരുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ മാധ്യമങ്ങളും കണക്കാണ്. ഈ പറയപ്പെടുന്ന ഹൈന്ദവ മാധ്യമങ്ങളും കണക്കന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അവരുടെ ഒന്നും വ്യക്തമായ ഹിന്ദു പ്രേമൊന്നും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല, കണ്ടില്ല എന്ന് പറയുന്നത് സത്യം വധാധർമ്മം ചരാ സ്വാധ്യായന്മാ പ്രമദ, അതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് കാരണം ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെതായ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പൊളിറ്റിക്കലായി ആക്രമിക്കപ്പെടുന്ന രീതിയിൽ സുരേഷ് ഗോപി തന്ത്രിയാവണം എന്ന് പറയുമ്പോൾ എന്താ കുഴപ്പം? അദ്ദേഹത്തിന് ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞൊരു കുഴപ്പവുമില്ല. പക്ഷെ എവിടെയാണ് കുഴപ്പം? അത് മാത്രം ഫോക്കസ് ചെയ്ത് ഹിന്ദു ആക്കുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു നേതാവ്, നമ്മുടെ നേതാവ് അടുത്ത ജന്മത്തിൽ എനിക്കൊരു പറയനായി ജനിക്കണം എന്താ പറയാത്തെ? ഇവര് പറയുന്നില്ലല്ലോ. അത് പറയണ്ടേ? അത് പറയാത്തതിന് കാരണം എന്താ? പറയർക്കൊന്നും സ്പിരിച്വാലിറ്റി ഇല്ല, പറയർക്കൊന്നും ആത്മാഭിമാനമില്ല എന്ന് ഇവരുടെ ഉള്ളിൽ കിടക്കുകയാണെന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു നമ്മൾ ഇപ്പോഴും പറയുന്നു, ഏതെങ്കിലും ഒരു സന്യാസം സ്വീകരിക്കാൻ വേണ്ടി ആദിമാർഗത്തിലേക്ക് വരട്ടെ. ഈ അതിനോട് ഒരു അറപ്പെന്താ? ഇന്നും വിട്ടുനിർത്തലുകൾ പല വേദിയിലും പോകുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. രാമസിംഹൻജി പറഞ്ഞു അതൊക്കെ അറിവുണ്ട്, ജ്ഞാനമുണ്ട്, ഓക്കെ. പക്ഷെ ജ്ഞാനമുണ്ട്, അറിവുണ്ട് എന്ന് പറയുന്നവർ ഇപ്പോഴും ഈ ജനതയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഈ പഴുതിവിടെ നിൽക്കുകയാണ്. എന്തിന്റെ മാനദണ്ഡത്തിൽ? എന്താ അതിന്റെ മാനദണ്ഡം? ഈ മാനദണ്ഡം മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്ന് പറയണ്ട, അത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം. പക്ഷെ എന്താണ് നമുക്കൊരു പ്രത്യേകതയുള്ള എന്താണ്? ഈ കിതാബ് പൊക്കി പിടിച്ചിട്ട് ഇതന്നെ എന്ന് പറയുന്ന രീതി നമുക്ക്, അതാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ടാണ് ഈ മാറ്റത്തിന് തയ്യാറായത്. മറ്റു മതങ്ങൾക്ക് അങ്ങനെയല്ല. അവർക്ക് ആ ടെക്സ്റ്റിലെ ഒരു വരി മാറ്റാൻ അവർക്ക് കഴിയില്ല. അതായാലും അത് ഇല്ലാണ്ടായില്ല. നമുക്കതില്ല. അതാണ് ഏറ്റവും വലിയ സവിശേഷത. ആ സവിശേഷത കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും പറ്റും. മറ്റുള്ളത് അങ്ങനെയല്ല. അപ്പൊ ആ ഒരു സവിശേഷമായിരിക്കുന്ന നമ്മുടെ ധർമ്മം ഐക്യപ്പെട്ടു പോകണമെങ്കിൽ ഇവിടെ പാണനും പറയനും വേട്ടുവനും നായരും ഈഴവനും ഒക്കെ നമ്പൂരിയൊക്കെ ഉണ്ടാവുമ്പോൾ അവരെ ഒന്നിച്ചിരുത്തണമെങ്കിൽ ആരാണോ ഇതിനൊന്നിച്ചിരുത്താൻ ആഗ്രഹിക്കുന്നവർ അവരാദ്യം ഒരു ധാരണയിലെത്തണം. ആ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമസിംഹൻജീനെ മറ്റൊന്നായിക്കൊണ്ടോ ബൈജുവിനെ മറ്റൊന്നാക്കിക്കൊണ്ടല്ല, അംഗീകരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു രാമക്ഷേത്രം പണിയുമ്പോൾ ചണ്ടാള ബാബയ്ക്ക് പോലും അഭിമാനം തോന്നുന്നില്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? എന്ത് മാറ്റമാണ് ഇത് പറയുമ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും നോവും നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് അഭിമാനം ഉണ്ടാകുന്നില്ല എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് അഭിമാനം ഉണ്ടാകുന്നില്ല?
നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അല്ല ബാബാജി അവിടെ ശാന്തിക്കാരൊക്കെ മറ്റുള്ളവരാണ് കേട്ടോ. നമ്മുടെ ജനതയെ തൊട്ടുകൊണ്ടുള്ളൊരു ശാന്തിക്കാരല്ല. നമ്മുടെ ജനത പാണനും പറയുന്നുമല്ല. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആരൊക്കെയാണ്? അവരൊക്കെയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരൊക്കെയാണ്. അപ്പൊ ഹിന്ദുക്കൾ എന്നീ വിഴുപ്പേറ്റണം. ഈ ജാതിയുടെ ഈ വിഴുപ്പ്, ജാതിക്കല്ല പ്രശ്നം. ജാതി എന്ന് പറയുന്ന സമ്പ്രദായമാണ്. നായരും പാണനും ഒക്കെ സമ്പ്രദായമാണ്. അതില്ല എന്ന് പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സോട് നമുക്ക് യോജിപ്പില്ല. അവരതില്ല എന്ന വേദവും തന്ത്രവും ഈ ശങ്കരാചാര്യം ഒക്കെ ഉണ്ട്. ചണ്ടാളനൊന്നും ഇല്ല. അതൊക്കെ ശിവന്റെ അവതാരമാണ്. അതെന്ത് മര്യാദയാണ്? അത് ശിവന്റെ അവതാരമാണ്. ചണ്ടാളൻ ശിവന്റെ അവതാരമാണ്. മറ്റതോ അല്ല, മറ്റു ശങ്കരാചാര്യന്റെ ഏത് ശങ്കരൻ? അല്ല, അത് കുറെ ശങ്കരന്മാരുണ്ട്. നിങ്ങളുടെ ശങ്കരൻ ഏതാന്ന് പറയൂ. ശങ്കരന്റെ പേരിൽ ഈ ജാതി വ്യവസ്ഥ എഴുതി വെച്ച നമ്മുടെ ശാങ്കരസ്മൃതി കേരളത്തിൽ മലയാളത്തെ ദുഷിപ്പിക്കുന്ന രീതിയിലാണ് മലയാള ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ശാങ്കരസ്മൃതി കേരളോൽപത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പൊ ഇതെഴുതി ശങ്കരനല്ലേ? അല്ല, അങ്ങനെ ശങ്കരൻ. അപ്പൊ അവിടെയാണ് ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത്. ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതാണ് ആചാര്യന്മാരും നേതാക്കന്മാരും ഒക്കെ ഇരുന്നിട്ടാണ്. പക്ഷെ അവരൊന്നും ഇരിക്കാൻ ഒരിക്കലും തയ്യാറാകില്ല. ആ തയ്യാറാകാത്തിടത്തോളം കാലം കൃഷ്ണകുമാർ മാത്രമല്ല, ഇതുപോലെ ആര് പറഞ്ഞാലും ചണ്ടാളബാബ ഈ പറയുന്ന വാക്കുകൾ പോലും വളച്ചൊടിച്ചുകൊണ്ട് അതിനെ മാറ്റിമറച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തിനൊന്നും അപകർഷത ഉണ്ടായിക്കൊണ്ട് അവരൊന്നും അടിമകൾ തന്നെയായിരുന്നു എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടേയിരിക്കും. അതല്ല എങ്കിൽ നമ്മുടെ ആശ്രമത്തിന്റെ ഒരു കാഴ്ചപ്പാട് അവിടെ വന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ചണ്ടാളനും അടുത്ത് നിൽക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ നമ്മൾ ആശ്രമത്തിലുള്ളത്. ഇത് സാധ്യമാകാത്തിടത്തോളം കാലം ഈ കുഴികുത്തി കഞ്ഞുടിയൊക്കെ ചർച്ചയാവുക തന്നെ ചെയ്യും. കാരണം ഊണൂർ ഇടിയിപ്പിച്ച് ബ്രാഹ്മണനാക്കി ശ്രേഷ്ഠനാക്കി സ്വർഗ്ഗലോകത്തേക്ക് കയറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഒരു ചൂരല് കൊടുക്കാനോ അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇപ്പൊ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം, നമ്മളിപ്പോ ഇപ്പോഴത്തെ സർക്കാരിനെ കുറ്റം പറയല്ല. ഇപ്പൊ ഈ ഹിന്ദു ബ്രാഹ്മണവൽക്കരണം എന്നൊക്കെ പറയുന്നവരോട് നമ്മൾ 3-4 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത റിക്വസ്റ്റ് ആണ് ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാരിനൊന്നും ഭരിക്കുന്നു. മതപരിവർത്തനം നടക്കുന്നുണ്ട്, ഹിന്ദു മതത്തിലേക്ക് ആളെ കയറ്റുന്നുണ്ട്, സന്തോഷം. പക്ഷെ ഞങ്ങളുടെ രീതിക്കല്ല ഞങ്ങളെ കയറ്റുന്നത്. ബ്രാഹ്മണ വൈദിക ശുദ്ധിക്രിയ ചെയ്തുകൊണ്ട് ഞങ്ങളാക്കി കയറ്റാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് പറഞ്ഞപ്പോ അത് നിഷേധിച്ചവരാണ് ഈ സർക്കാർ. അല്ലെങ്കിൽ ഞങ്ങളോട് ഇത്ര പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് രീതിയുണ്ട്. തെറ്റുപണം വെക്കാന്ന്, വെറ്റിലടയ്ക്കും കാലണിയും വെച്ചാൽ തിരിച്ചെടുക്കാന്നാണ്. തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. എന്നിട്ട് വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെതായിരിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും ഞങ്ങളെ വീട്ടിൽ അടിച്ചേൽപ്പിക്കുന്നവരാണ് കുഴികുത്തി കഞ്ഞുടിക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നത്. ഞങ്ങളുടെ അഭിമാനം ഇല്ലാണ്ടാക്കുന്ന ജനാധിപത്യ രാജ്യത്ത് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോഴിവെട്ടിന്റെ കാര്യം പറഞ്ഞു. ആട്ടും പാട്ടും കൊട്ടും കോഴിവെട്ടും കള്ളു വെക്കലും ഒക്കെ ഞങ്ങളുടെ ആചാരമാണ്. ഈ പറയുന്ന ബിസ്ലേരിയിൽ നിന്നും കിട്ടുന്ന ഈ ആൽക്കഹോള് അത് കുത്തിക്കലയ്ക്ക് ഫ്ലേവർ ചേർത്ത് നിറം വെച്ച് വരുന്ന മദ്യമല്ല ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിരുന്നത്. ഞങ്ങൾ നല്ല ചെത്തിയ കള്ളും വാറ്റിയ റാക്കും തന്നെയാണ്. അതുകൊണ്ടൊന്നും ആരും എവിടെ നശിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, മദ്യം വ്യാപാരമായി മാറുകയും അതിനെ മോഡേൺ മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോ ഇല്ലാതായത് ഞങ്ങളുടേതായിരിക്കുന്ന സംസ്കൃതിയാണ്. അതിനെനിക്ക് ഒരിക്കലും തോന്നിയില്ല. ഇവർക്ക് ഇവിടെ ഫോക്ലോറിന്റെ പരിപാടി നടത്താൻ മാത്രമാണ് നമ്മുടെ ആളുകളെ വേണ്ടത്, മൂത്ത് ചായം പൂശാൻ വേണ്ടി മാത്രം. സത്യസന്ധമായിട്ടാണ് ഇവരൊക്കെ ഈ കുഴികുത്തി കഞ്ഞുടിക്കെതിരെയും അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു മര്യാദയുണ്ട്. അതിനല്ല, അവിടെയാണ് ഈ പറഞ്ഞ ഇന്നത്തെ ഹിന്ദു എന്ന് പറയുന്ന ഈ ധർമ്മ വ്യവസ്ഥയിൽ എന്നും വിഘടനം ഉണ്ടാക്കുക. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് വേണ്ടി ഈ സ്നേഹത്തിൽ വർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്നലകളുടെ പല കാര്യങ്ങളും മറന്ന് ഒന്നിച്ചു പോകാൻ നിൽക്കുന്ന സഹോദരങ്ങളെ ഭിന്നിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുള്ളത്. നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങൾ ചെയ്തോളൂ. ഹിന്ദുത്വ പൊളിറ്റിക്സ് ആവാം, ഇസ്ലാമിക പൊളിറ്റിക്സ് ആവാം, ക്രൈസ്തവ പൊളിറ്റിക്സ് ആവാം, കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സ് ആവാം, എന്തുമാകാം. പക്ഷെ മറിച്ച് ഈ ജനതകൾ ഇവിടുത്തെ എല്ലാം മറന്ന് ഐക്യപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന വിവിധ മതസ്ഥർ, വിവിധ ജാതിക്കാർ ഇതിന്റെ ഇടയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ കൊടുന്ന് വെക്കുമ്പോൾ അവിടെയാണ് നമുക്ക് വിശ്വദർശന അല്ലെങ്കിൽ സർവദർശന സമഭാവന എന്ന ആശയമൊക്കെ നമ്മളൊക്കെ മുന്നോട്ട് വെച്ച് പോകും. ഇത് എന്തെങ്കിലും എതിർത്ത് കാണിക്കുമ്പോൾ പറയാതിരിക്കാനാകില്ല. പറയുന്ന സമയത്ത് അത് വേദനാജനകമായിരിക്കില്ല. അത് ഹിന്ദുക്കൾക്കും സ്വീകാര്യമായിരിക്കില്ല നമ്മളുടെ പല വാക്കുകളും. എന്തുകൊണ്ടാണ്? സത്യം തുറന്നു പറയുമ്പോൾ സത്യത്തിന്റെ മുഖം വികൃതമായിരിക്കും. സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു വെണ്ണിലെ ശാശ്വത സത്യം. ഇവിടെ ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ അനുഭവിച്ച വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോട് നിൽക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഹിന്ദുത്വം പറയുന്നവർ പോലും തരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളെ എന്തോ വിപ്ലവപരമായിട്ട് ഞങ്ങളെ അമ്പലം കയറ്റി വഴി നടത്തി മുണ്ടുടിപ്പിച്ച് മറപ്പിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ഞങ്ങളുടെ ആത്മാഭിമാനത്തിനോടുകൂടി ഞങ്ങളുടെ സ്പിരിച്വൽ ആയാലും സംസ്കൃതി ആയാലും ശരി എല്ലാത്തിനും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ രംഗത്ത് വരുന്നില്ല. എല്ലാവർക്കും ഒരു ആയുധമാണ് നമ്മുടെ ജനത. എല്ലാവർക്കും ഒരു നോക്കുകുത്തിയാണ് നമ്മുടെ ജനത. എല്ലാവർക്കും ഒരു കളിപ്പാട്ടമാണ് നമ്മുടെ ജനത. ആ ജനതയ്ക്കും തിരിച്ചറിവുണ്ടാകുന്നില്ല. അവർക്കും തിരിച്ചറിവില്ല. അവരും എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ട്, അധികാരി വർഗത്തെ പണ്ട് കാലത്ത് ഭയന്നത് കൊണ്ടാണ് ഈ മാറുമറയ്ക്കാതെ നടക്കേണ്ടി വന്നത്.
അന്നവരൊന്ന് എതിർത്തിരുന്നെങ്കിൽ ഇത്രത്തോളം ആളുകളുടെ കരുത്തോ അത് ജനകീയ കരുത്തായാലും ശരി, അധ്വാനിക്കുന്ന കരുത്തായാലും ശരി, അവർക്കെതിരെ നിൽക്കാൻ ഇവർക്ക് ആർക്കുമായിരുന്നു. എന്താണ്? അധികാരി വർഗത്തെ അവർ ഭയന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? വാ പൊത്തി അമ്രാം എന്ന് പറഞ്ഞു. ഇന്ന് എന്താണ്? ഇന്നും അധികാരി വർഗത്തെ ഭയന്നുകൊണ്ട് വാ പൊത്തി നിൽക്കാൻ റേഷനറി ഇല്ലാണ്ടാകോ എന്ന് കരുതുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഒരു ആചാര്യൻ കൂടിയാണ്. നമ്മുടെ ജനത ഭയന്നിട്ട, അത് കേന്ദ്രത്തെ ആയാലും ശരി സംസ്ഥാനത്തെ ആയാലും നമ്മുടെ ജനത ഭയന്നിട്ടാണ് ഈ രാജ്യത്ത് കഴിയുന്നത്. പണ്ട് അംബേദ്കറോട് മഹാനായ ഗാന്ധി പറയുകയുണ്ടായി. അംബേദ്കർ ഇത് നമ്മുടെ മാതൃരാജ്യമല്ലേ എന്ന്. അന്ന് അംബേദ്കർ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാതൃരാജ്യം ഇല്ലല്ലോ ഗാന്ധി എന്നാ പറഞ്ഞു. ഇതന്നെ ഇന്നും ചണ്ടാള ബാബു പോലും പറയുന്നതാണ്, ഞങ്ങൾക്ക് എന്ത് മാതൃരാജ്യം, ഞങ്ങളുടെ സംസ്കൃതിക്ക് സംരക്ഷണമില്ല, ഞങ്ങളുടെ ആചാരാനുഷ്ഠാനക്ക് ഇല്ല, ഞങ്ങൾ ഇന്ന് ഓടയിൽ കഴിയേണ്ടി വരുന്നു, ഞങ്ങൾ കൃത്യമായി ഭൂമിയില്ല. ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആചാര്യനാണോ ഇങ്ങനെ പറയാൻ പറ്റോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കരാചാര്യക്ക് ബ്രാഹ്മണന് വേണ്ടി സംസാരിക്കാമെങ്കിൽ, കാന്തപുരം ഉസ്താദിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാമെങ്കിൽ, അവിടെ പാലാ ബിഷപ്പിന് അതിനു വേണ്ടി സംസാരിക്കാമെങ്കിൽ, ഇവിടെ NSSന്റെ സ്വാമിമാർക്ക് അയ്യങ്കാളിയെ നാരായണഗുരുവിനെ ഒന്നിച്ചിരുത്താൻ പാടില്ല എന്ന് പറയാമെങ്കിൽ ചണ്ടാളബാബയ്ക്ക് പറയാൻ സാധിക്കണം. ചണ്ടാളബാബ പറയണം, ചണ്ടാളബാബയെങ്കിലും പറയണം. പക്ഷേ പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് സംസാരിക്കാനുള്ള വേദികളില്ലാതെ എന്താണ്? അത് നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളൊക്കെ ബൈജൂജിന്റെ വേദി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള വേദികളൊക്കെ അടയ്ക്കപ്പെടുന്നതാണ് മിണ്ടണ്ട എന്നില്ല. ആ മിണ്ടണ്ട എന്നുള്ളിടത്താണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഇനി ഇത് അഡ്രസ് ചെയ്യപ്പെടണമെങ്കിൽ ഈ വിഷയം മാത്രമല്ല, ക്ഷേത്രപ്രവേശനം ആവശ്യമില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. നമ്മുടെ ജനതയ്ക്ക് ക്ഷേത്രപ്രവേശനം അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ വഴി നടക്കാൻ സ്വാതന്ത്ര്യം വേണ്ടി ഇവിടെ നടന്നപ്പോ എന്താ ഉണ്ടായത്? ഇവിടുത്തെ സാമൂതി രാജാവ് അന്ന് എഴുതി വെച്ച രേഖ ഇപ്പോഴും ഇരിക്കണം. എന്താണ്? ഭാവിയിൽ ഇവർ ഹിന്ദുക്കളാണെന്ന് പറയില്ലേ എന്ന് എഴുതിയത് മുസ്ലിങ്ങളല്ല, ക്രൈസ്തവരല്ല, കമ്മ്യൂണിസ്റ്റുകളല്ല, സാമൂതി രാജാവാണ്. ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് അവകാശപ്പെടില്ലേ എന്ന് എഴുതിയത്. അപ്പൊ അതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഹിന്ദുക്കളായത്? ഹിന്ദു എന്നൊരു വ്യവസ്ഥ ഇവിടെ സ്വതന്ത്രാന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ ആ മതത്തിന്റെ വ്യവസ്ഥ രാഷ്ട്ര വ്യവസ്ഥയാണ്. അതാണ് RSSുമായിട്ട് നമുക്ക് അവരുടെ ആശയവുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ അവിടെ മാത്രം. ആ ദേശീയതയിൽ ഞങ്ങൾ ഹിന്ദുക്കളാണ്. ആ ദേശീയതയിൽ ഹിന്ദുക്കളാകുമ്പോൾ ഞങ്ങളുടെ ഹിന്ദുത്വം ഇന്നും അധികാരമില്ലാണ്ട് ഞങ്ങൾ കഴിയുകയാണ്. ആരും മുർമുവിന്റെ പേരൊന്നും നമ്മളോട് പറയരുത്. നമുക്ക് നിങ്ങളോടും വേണം മുർമുവിന്റെ പേരോ അല്ലെങ്കിൽ രാമനാഥ് കോവിന്ദിന്റെ പേരോ ഒന്നും നമ്മളോട് പറയരുത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ ഈ മന്ത്രി ഉണ്ടല്ലോ, നമ്മുടെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി, ഇതിന്റെ പേരൊന്നും നമ്മളോട് പറയരുത്. അതൊക്കെ മഹാനായ അംബേദ്കർ പണ്ടേ പറഞ്ഞാണ്. ഞങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നവരുടെ അടിമയായിരിക്കും ഞങ്ങൾ. ഇന്നും അതന്നെയാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം. ഹിന്ദുവിന്റെ സന്യാസ ധർമ്മത്തിൽ പോലും നമുക്ക് പരിമിതികളുണ്ട്. രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അവർക്കും പരിമിതി. ഇത് മാറണം. അടിമച്ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ഞങ്ങൾക്കൊപ്പം നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിന്നിട്ട് നമ്മുടെ ജനതയ്ക്ക് ആത്മാഭിമാനത്തോടു കൂടി അവൻ കുഴികുത്തി കഞ്ഞു കുടിക്കുമ്പോൾ അത് അവന്റെ സംസ്കൃതിയാണെന്നും അവൻ അമ്മയായി കാണുന്ന ആ ഒരു മാതാവിന്റെ മടിത്തട്ടുന്ന പാല് കുടിക്കുകയാണെന്നും അത് കാലത്തിന് പോയപ്പോൾ ആരൊക്കെ അവൻ പാത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ നിഷേധിച്ചത് മാത്രമാണ് തെറ്റ്. മറിച്ച് അവൻ കഞ്ഞു കുടിക്കുന്ന അങ്ങനെയാണെങ്കിൽ കുടിച്ചോട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് ചരിത്രത്തെ പഠിക്കാൻ കുഴിച്ച് എന്നെ കുഴിയിലിറക്കിയാൽ മതി. അല്ല, ഹിന്ദുക്കൾ അങ്ങനെയല്ല, കത്തിക്കണതിന് പകരം കുഴിച്ചിട്ടാലും അവൻ ഹിന്ദു തന്നെയാണ്. അതിനൊരു ദർശനമുണ്ട്, അതിനൊരു സ്പിരിച്വൽ ലെവൽ ഉണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഹിന്ദു പഠന സംവിധാനങ്ങളും ഹിന്ദു ആശയങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ രാഷ്ട്രത്തിലൊരു മാറ്റമുള്ളൂ. അവിടെയാണ് ഈ പറയുന്ന ധർമ്മപുരുഷന്മാരുടേതായിരിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങളും കെട്ടിപ്പടുക്കേണ്ടത്. അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ ഈ നേരത്തെ പറഞ്ഞ എല്ലാവരെയും ഉൾക്കൊള്ളും. ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിനെ ഉൾക്കൊള്ളും. അല്ല ഏതെങ്കിലും ജനവിഭാഗത്തെയോ അവരുടേതായിരിക്കുന്ന രീതി പിൻപറ്റി ആ ദർശനം പിൻപറ്റുന്നവരെ മാത്രമാണെങ്കിൽ അത് ഹിന്ദുവിന്റെ അല്ല, അത് ആ ജനവിഭാഗത്തിന്റെ മാത്രമാണ്. അതുകൊണ്ട് അത്തരം ആശയങ്ങൾ കടന്നു പോകുമ്പോൾ കൃഷ്ണകുമാർജിയെ പോലുള്ളവർ സംസാരിക്കുമ്പോൾ, സുരേഷ് ഗോപി ഉള്ളപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ ശുദ്ധത നമുക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ ശുദ്ധമായ ഹൃദയം, സുരേഷ് ഗോപിയുടെ ആ മനസ്സിന്റെ വിശുദ്ധി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കൃഷ്ണകുമാറിന്റെ മനസ്സിന്റെ വിശുദ്ധി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജനത വിഭാഗത്തെ ഒരിക്കലും ആക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല ഇവരാരും സംസാരിക്കുന്നു. പക്ഷെ എന്താണ്? നിങ്ങളെ നോക്കിക്കാണുന്ന നിങ്ങളിലെ ആ വാക്കുകളിൽ നിന്ന് പലതും എടുത്തുകൊണ്ട് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമുക്ക് വേദനയും. അതുകൊണ്ടാണ് ബൈജൂജി വിഷയം ആശ്രമത്തിലേക്ക് വിളിച്ചപ്പോൾ ഇത് സംസാരിക്കാമെന്ന് തോന്നിയത്. എന്തുകൊണ്ടാച്ചാൽ നമ്മളെങ്കിലും ആ പറയുന്ന മനുഷ്യന്മാരുടെയൊക്കെ നന്മ തിരിച്ചറിഞ്ഞില്ല. നാളെ ആര് പറയും നമ്മുടെ ജനതയുടെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞങ്ങൾ കഞ്ഞി കുടിക്കുമ്പോൾ, ഞങ്ങളുടെ പൂർവികർ കഞ്ഞി കുടിച്ചപ്പോൾ ആ കഞ്ഞി കുടിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം തോന്നിയെങ്കിൽ അത് ഞങ്ങളുടെ അഭിമാനം. അല്ലാണ്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കുമ്പോൾ കണ്ണീര് പൊഴിച്ചു എന്ന് പറയുന്നത് ഞങ്ങളോട് കാണിക്കുന്ന ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, അതിനെയൊക്കെ പണ്ട് ഈ ലീഗിന്റെ പരിപാടി ഇപ്പൊ ഒരാള് പറഞ്ഞതാ, രാമസിംഹൻജി. ഗാന്ധി വന്നപ്പോ ചെറുമരയുടെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചില്ലേ? അന്ന് ചണ്ടാളബാബു ഇതന്നെയാ പറഞ്ഞേ, ചെറുമര വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ച കഥ നിങ്ങൾ മേലാൻ മിണ്ടിപ്പോകരുത് എന്നാ. എന്താ ചെറുമര വീട്ടിലുള്ള അരിയല്ലേ? അവിടെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടല്ലേ കഞ്ഞി ഉണ്ടാക്കി? എന്താ ഗാന്ധിക്ക് അണ്ണാക്ക് കൂടെ തന്നെ ഇറങ്ങിപ്പോയി?
ആ വീഡിയോ ഉണ്ടായിരിക്കും. വാക്കിന് ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ, പക്ഷെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അത് പറയണം, അത് ഔദാര്യം. ഞങ്ങളെ വീട്ടിൽ അപ്പൊ അന്ന് അത് സംസാരമായില്ല. ലീഗിന്റെ സ്നേഹ സദസ്സിലാണ്, നമ്മുടെ പാണക്കാട് തങ്ങള് നയിച്ച സദസ്സിലാണ് ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, ദലിതുകളെ കുറിച്ച്, പട്ടികജാതിക്കാരെ കുറിച്ച് സംസാരിക്കും. നമ്മൾ അന്നും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ വേദിയിൽ അവരുടെ വിഷയങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പൊളിറ്റിക്സ് ആണെങ്കിലും ശരി, നമ്മൾ പറയും നമ്മൾ രാഷ്ട്രീയക്കാരനല്ല. ഈ ജനതയ്ക്ക് മോചനം വേണം. സ്പിരിച്വലായിട്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി രാജ്യത്ത് നിലനിൽക്കാൻ പറ്റണം. ഞങ്ങളുടെ എല്ലാ സംസ്കാരങ്ങളും നിലനിൽക്കാൻ പറ്റണം. അതിന് നിയമപരമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള പ്രൊട്ടക്ഷൻ വേണം. ആ പ്രൊട്ടക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഇനിയും ഹിന്ദുക്കൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഉണരുക എന്നുള്ളത് ഏതെങ്കിലും മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല. മറ്റുള്ളവരെ ആക്രമിക്കുന്നതും ആക്ഷേപിക്കും. അടുത്തൊരാൾ നമ്മൾ സംസാരിച്ച ജമാഅത്ത് ഇസ്ലാമികൾ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്, അതിന്റെ പറ്റി ബുദ്ധവാദം ഉയർത്തുന്നുണ്ട്, ദലിതുവാദം ശക്തമായി ഉയർത്തുന്നുണ്ട്, ബ്രാഹ്മണ വിരോധം ഉയർത്തുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഒരു പഴുതുള്ളിടത്ത് മാത്രമേ, ഇപ്പൊ കല്ലുകൊണ്ട് പഠിക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ റബിൾ മേസൻറിയൊക്കെ ചെയ്യുമ്പോൾ ചില ചീളുകല്ല് വെക്കും. ആ ചീളുകളുടെ സ്പേസ് നമുക്കിടയിലുണ്ട്. ചണ്ടാളബാബ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇത്രയും കാര്യം ഒരു ആചാര്യന്റെ മനസ്സിലുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ മനസ്സിൽ എത്ര വലുതായി. അവന് അത്ര കണ്ട അറിവുണ്ടാവില്ല. അതിന് ഇന്നലത്തെ അവന്റെ അപ്പനപ്പൂമ്പാർ പറഞ്ഞത് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ അച്ഛൻ തിരുമേനി നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്കാലത്ത് കുഴികുത്തി കഞ്ഞുടി അധികം കണ്ടിട്ടില്ല. നമ്മുടെ അച്ഛൻ തിരുമേനി കുഴികുത്തി കഞ്ഞുടിച്ചാളാണ്. അച്ഛൻ തിരുമേനി എന്ന് പറയുമ്പോൾ ആരെങ്കിലും അദ്ദേഹം നമ്പൂരിയാണ്, അതുകൊണ്ടാണ് ചണ്ടാളബാബനെ പാണെന്ന് കരുതണ്ട. നിങ്ങൾ പറയപ്പെടുന്ന കാറ്റഗറിപ്പെട്ട ഒരു മനുഷ്യനാണ്. നമ്മൾ അദ്ദേഹത്തെ തിരുമേനി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ അച്ഛൻ തിരുമേനി എന്ന് തന്നെയാണ് പറയാ. അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ്. നമ്മൾ തന്നെയാണ് ആക്കിയത്. നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്, അച്ഛൻ അമ്പലത്തിൽ കയറി പൂജിക്കണോ? എന്താ ചോദിക്കാൻ കാരണം? നമ്മൾ പൂജ പഠിച്ചു വന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞത് ഇന്നയാളുടെ മകനല്ലേ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയോ, അപ്പൊ നമ്മുടെ അച്ഛൻ അങ്ങനെ ആയാലേ നമ്മളാവുള്ളൂ. എന്നിട്ട് നമ്മളായില്ല. ആ സാമൂഹിക വ്യവസ്ഥ ഇവിടെ ഇല്ല. എന്നിട്ട് ഈ പറയുന്ന വ്യക്തി ഒരു ക്ഷേത്രത്തിലേക്ക് ശാന്തിക്കുക. അപ്പൊ അദ്ദേഹം കുഴികുത്തി കഞ്ഞുടിച്ചാളാ. അപ്പൊ കുഴികുത്തി കഞ്ഞുടി ഉണ്ടായിരുന്നു. 75-80 വയസ്സിന്റെ അടുത്തുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം കുടിച്ചിട്ടുണ്ട്. അദ്ദേഹം അമ്പലത്തിന്റെ പുറത്ത് നിൽക്കുകയും അമ്മ പണ്ട് തൂക്കുപാത്രത്തിൽ പുണ്യാഹം കൊടുത്ത കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് അങ്ങനെ ലവ് മാരേജാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥയാണ്. ആ സാമൂഹിക വ്യവസ്ഥ അറിഞ്ഞ ഒരു ആചാര്യനായതുകൊണ്ടും ഇന്നും ഇതുണ്ടെന്ന് അനുഭവിക്കുന്നത് കൊണ്ടും ചിലതുണ്ട്. പക്ഷെ മറിച്ച് ആ ഉള്ളതിനെ വരിപ്പിച്ച് കാണിക്കേണ്ട സാഹചര്യം നമ്മുടെ ഇടയിലുള്ളത് ഇല്ലാതാക്കാനാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ആയിക്കൊണ്ട് നമ്മളെ ഭാരതാംബ പെറ്റ മക്കളായിക്കൊണ്ട് വിവിധ ദർശനങ്ങളും വിവിധ ജാതികളും എന്തുമാകട്ടെ ഇന്നലകളെ നമുക്ക് മറക്കാം, ഇന്നിന്റെ ലോകത്ത് ജീവിക്കാം. ഇന്നലകൾ ഇന്ന് ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ പ്രതിരോധിക്കാം. അതിന്റെ വിടവിലേക്ക് ആരും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്ന് പൂർണ്ണ ഉറച്ച ദൃഢവിശ്വാസത്തോടും ഉറപ്പോടും പ്രതിജ്ഞയോടും കൂടി നമ്മൾ രംഗത്ത് വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ കൺക്ലൂഷൻ നടത്തിക്കൊണ്ട് തന്നെ നിങ്ങളൊക്കെ വിചാരം ചെയ്യുക. നമ്മൾ നേരത്തെ ബൈജു പറഞ്ഞിടത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊരു സമുദായത്തിന്റെ ആചാര്യനല്ല, ഈ ധർമ്മത്തിന്റെ മുഴുവൻ ജനതയുടെയും ആചാര്യനാണ്. എന്നാൽ ആരാണോ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്, ആർക്കാണോ അനീതി അനുഭവിക്കുന്നത്, അവർക്ക് വേണ്ടി സംസാരിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുഴികുത്തി കഞ്ഞുടി കേവലം ഒരു സംസ്കാരം മാത്രമല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിന് ഒത്തിരി തട്ടുകളുണ്ട്. അതിനെ കൂടുതൽ പറഞ്ഞാൽ സമയം വൈകുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ബാക്കി സാമൂഹ്യ വിഷയത്തിൽ കടന്നാണ്. എന്തായാലും സന്തോഷത്തിന് സമയം അനുവദിച്ചതിന് സന്തോഷം. നമസ്തേ, നമഃ ശിവായ.